തേജു. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാല് ബേബി 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഫീവർ ഒക്കെ ആയിട്ട്. അപ്പൊ 5 ദിവസം ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ആളിപ്പോ കുറച്ച് ഓക്കെ ആയി ഫുള്ള്. അപ്പൊ നമ്മ നേരെ ചുള്ളിക്കലോട്ടാണ് പോയത് ഡിസ്ചാർജ് ആയിട്ട്. അപ്പൊ അവിടെ കിച്ചണും റൂമൊക്കെ നല്ല മെസ്സായി കിടക്കണേന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയി. നമ്മ റൂബേബിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായി. ഫീഡിങ് ബോട്ടില് കൈ പോയി. ഫീഡിങ് ബോട്ടില് അവളുടെ കുറച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഇവനും മറ്റവനും വിളിച്ചോണ്ടിരിക്കണം ഉമ്മയും കൂടെ. കൊച്ചിനെ ഒന്ന് കാണണം, ഇന്ന് കാണാൻ പറ്റിയില്ല വരുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മ എന്തായാലും ഇറങ്ങിയപ്പോ നമ്മ നേരെ വൈപ്പിലോട്ട് ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങാന്നാ വിചാരിച്ചത്. അപ്പൊ അപ്പു പറഞ്ഞ് 4 പേർക്കും കൂടെ ഒരു ഫിലിമിന് പോവാന്ന്. അപ്പൊ നമ്മ ഫിലിമിന് പോവാൻ വേണ്ടി ബുക്കൊക്കെ ചെയ്ത് ടിക്കറ്റ്. അപ്പൊ നമ്മ ഇപ്പൊ ടൈം എത്ര മണിയായി? 10:30 മണിയായി. ഇപ്പൊ ഇവിടെ നിക്കാന്ന് വിചാരിച്ചിട്ടും അതും പറ്റൂല. കാരണം അവിടെ ലൈറ്റ് ഒക്കെ ഓണാക്കിട്ടാ വന്നേക്കണം. അപ്പൊ ചിലപ്പോ റൂബേബിന് ഇവിടെ നിർത്തും നമ്മ. കാരണം നാളെ എന്തായാലും രാവിലെ തന്നെ വന്നം. പിന്നെ അവളിട്ട് ഇടങ്ങേറാക്കണ്ടല്ലോ തിയേറ്ററിൽ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് ടൈം ആണ് റൂബേബിനെ നിർത്തണത്, അത് വേറെ കാര്യം. അപ്പൊ നമ്മിപ്പോ ഇറങ്ങും 4 പേരും കൂടെ അല്ലേ. ചില പൂവന്മാര് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അടുത്ത ആള് പോവാ. അപ്പോ അവിടെ ഒരു ചർച്ചയിലായിരുന്നു വാപ്പിനും ഇവനൊക്കെ ആയിട്ട്. വാപ്പി വന്നെത്തുന്നത്. അപ്പൊ അവരെ കാണിച്ചില്ലാട്ടാ. ശ്രദ്ധിക്കല്ലേ ഇത് എന്ത് നമുക്ക് പോവാ. ആരുടെ കയ്യിലായിരിക്കണ? റുവാപ്പിക്ക് എന്തൊടുക്കണെന്ന് വെള്ളയപ്പം കൊടുക്കണായിരുന്നു ഉമ്മി. റുവാപ്പി ഇവിടെ പാടണ്ട ചെറിയൊരു കൈ വെച്ചെടുക്കും. ചാച്ചാ ഇവിടെ നിന്നോട്ടിന്ന്. ചാച്ചാ ഗുഡ് ബൈ. ഫസ്റ്റ് നമുക്ക് ഫീഡിങ് ബോട്ടിൽ നോക്കണം. ഇവിടെ ലൈസിന്റെ ഇവിടെ ഞാൻ ലൈസ് എപ്പോഴെന്താന്നാ തിയേറ്ററിൽ കാണാണ്ട് കേറ്റാലാന്ന് വിചാരിച്ചിട്ടാണ്. അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങാം. ഫീഡിങ് ബോട്ടില് ഇവിടെ ഉണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. വാ നടന്നോ വാ. എല്ലാം ഇങ്ങനത്തെയുള്ള കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഇത് വാങ്ങണം. ഷാമ്പു ഉണ്ട്, ഒരു ഹെയറിനൊക്കെ ഒരു സ്മെല്ല് കിട്ടണം. അതവിടെ ട്രീറ്റ്മെന്റിൽ ചെയ്താ പോരെ ആ ഹോസ്പിറ്റലിൽ. ആ ബോട്ടിൽ നോക്കി ചിന്തിച്ച് കണ്ടെടുക്ക് പോവാന്നിട്ട് ഷോക്കഡായി. മൂപ്പരിക്ക് ഇപ്പൊ അതായിട്ട് ഇഷ്ടായിട്ടില്ല, അതാണ് സംഭവം. എടുക്കണെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്താ പോരാ. വേറെന്താ എടുക്കാനുള്ള? വേറെന്താ പേസ്റ്റ്, സ്ക്രബ്, പാത്രം കഴുകണം. അതൊക്കെ ചീത്തായി. ഗ്യാസ് അതല്ലേ വേറെ ആസ്തെറ്റിക്കിലാ പിടിച്ചേക്കണം. അപ്പൊ ഇഷ്ടാവൂല. ഇതാണ് റംസിട്ടേക്കണ ലിസ്റ്റ്. ആകെ 4 ഐറ്റമുള്ളൂ. ഞാന് അവിടെ ചെന്നിട്ട് കിച്ചൺ ക്ലീൻ ആക്കുന്ന ടൈമില് മറ്റേ ഗ്യാസ് സ്റ്റവ് തേച്ച് വെച്ചപ്പോ സ്ക്രബർ സ്പോഞ്ചൊക്കെ ചീത്തായി. പിന്നെ അതും പിന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ മരുന്നൊക്കെ വാങ്ങാനാണ്. വേറെ അങ്ങനെ പേസ്റ്റ് വേണം. പേസ്റ്റ് എടുക്കട്ടെ. വലുതുണ്ടാവും. വൈറ്റ് ഉണ്ട്, റെഡ്. ക്ലോസപ്പ് എടുക്കാൻ എടുക്കട്ടെ. എടുക്കട്ടെ.
സ്പോഞ്ച് കിട്ടിയില്ലേ? സ്ക്രബ്ബർ അതിന് വേണ്ട സ്ക്രബ്ബറും അതിലുണ്ടോ? അവന്മാരെത്തിയിട്ടുണ്ട് തോന്നുന്നു. അവന്മാര് നമ്മുടെ വന്നേണ്, പിന്നെ രണ്ടാമത് തിരിച്ചു പോയി. പിന്നെന്താ പാഷൻ ഫ്രൂട്ടിന്റെ പാത്രം കഴുകാൻ നല്ല വശമാണ്. ലിക്വിഡ് പാഷൻ ഫ്രൂട്ട് അല്ല, മറ്റേ പുളിയുടെ അതല്ല, അതിന്റെ പഴുപ്പ് പോലെ ഇരിക്കണം കാണാൻ. ബിസിമാൻ എന്ത് നോക്കണേണ്? കൂളറാ? എന്താ ഇഷ്ടായ? കടയിൽ വെക്കാനാണ് ഇഷ്ടമായൊന്നുമില്ല. മേടിക്കല്ല എന്നിട്ട് റേറ്റ് കൊടുത്തിട്ടില്ല, റേറ്റ് കൊടുത്തിട്ടില്ല. അതാ നോക്കണേ. ജസ്റ്റ് നോക്കിയാണല്ലേ? ജസ്റ്റ് നോക്കിയതാ, പക്ഷെ റേറ്റ് കൊടുത്തിട്ടില്ല. റേറ്റ് നോക്കട്ടെ. നിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചു ഇപ്പൊ തന്നെ വാങ്ങോ? ആ ചിലപ്പോ ഇപ്പൊ മേടിക്കും. 10,500 രൂപ. എത്ര? 10,500 രൂപ. 10,500. ഇതിപ്പോ ഫ്രോസൺ ഐറ്റംസ് ഇതിപ്പോ 5,000 കൊടുത്ത സെക്കൻഡ് ഹാൻഡ് AC ഓടിക്കാല. നമ്മുടെ അനുഭവം വന്നു. ഇതാണ് ആസ്തെറ്റിക്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇതല്ല ആസ്തെറ്റിക്. നല്ല സെയിം ബോട്ടിൽസ് തന്നെയാണ് കുറെ ഉള്ളത്. അപ്പൊ കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് വാങ്ങാൻ വിചാരിച്ചു. ഇതൊരു ആസ്തെറ്റിക് ആണ്. അയ്യോ വന്നില്ല. ഇത് ഇങ്ങനത്തെ എലിഫന്റ് കൊള്ളാല്ലേ? ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. നേരത്തെ ഇവിടെ എന്റെ തലയിലില്ലേ ഇത്രയും നേരം വീഴുന്ന ഒരു ഇല ഉണ്ടായി. എന്റെ കണ്ടിട്ടില്ലേ? ഹസ്ബൻഡാണ് പോലും. ഹസ്ബൻഡ് പറഞ്ഞൊരു അടക്കട്ടേന്നല്ലേ പറയണ്ട. അങ്ങനെ അമ്മ ഇറങ്ങി. അപ്പൊ ഇവിടെ ഒരാൾക്ക് വിട്ടില്ല. ഇങ്ങോട്ടൊന്ന് അവിടെ ഇവരെപ്പോഴും അപ്പുക്കാക്കാന്റെ ഒപ്പം കയറണം. എന്റെ ഭാര്യ നീ എന്താ അപ്പുക്കാന്റെ പൊണ്ടാട്ടിയ? എന്നോട് ഇപ്പുനൊപ്പം കയറിക്കോ, ഞാൻ അപ്പുക്കാക്കാന്റെ വന്നോളാം. റച്ചൂലാണ് പറ്റൂല ബൈക്കില്. ഭയങ്കര സ്നേഹം. നീ മാറിക്ക് തലയിലല്ലേ വരെ ചോറിയൊക്കെ കുറച്ച് ചോറ് വരും. പോവാ നമുക്ക്. ഏതിലാ കേറണ? ഏതാ ഉറപ്പിച്ച? ഏതാണ് ഉറപ്പിച്ചത്? ഏത് ഫിലിമാണ്? ജിംഖാന. അത് ഓൾറെഡി അപ്പും കണ്ടതാ. അത് അപ്പു അടുപ്പിച്ച് 3 ദിവസം പടത്തിന്. അതെപ്പോ പോയത്? ഞാൻ റുവാപ്പി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നപ്പോ രാത്രി ബോറടിക്കിടന്നിട്ട് പോയിട്ട് 2 മണിക്ക് ഒരു 8 ഫ്ലോർ മാല കുഞ്ഞുങ്ങളുണ്ട്, നഴ്സുമാര്, പിന്നെ ഡോക്ടർമാര്. എങ്ങാനും ഡോക്ടർമാരോട് വരുന്നുണ്ട്. നിനക്ക് സേഫാണ്, നീ സേഫായിട്ടുള്ള സ്ഥലത്താണ് നീ എടുത്തിട്ടാ പോയത്. പക്ഷെ വടം വേസ്റ്റ് അടി. ഇപ്പൊക്കെ പറഞ്ഞ് വേണ്ട വേണ്ട വേണ്ട, ഞാൻ കണ്ടോളാം. അപ്പൊ നമ്മ എന്തായാലും കേറിയിട്ട് നമ്മ കണ്ടിട്ട് വരാം ഗൈസ്, എന്നിട്ട് ബാക്കി പറയാം. ഇപ്പൊ കേറിയത് വെറുതെ ആയി, കാരണം ഇനിയുണ്ട് 15 മിനിറ്റ് വെയിറ്റിംഗ് ടൈം. കാരണം ഒരു ഫിലിം നടന്നുകൊണ്ടിരിക്കുന്ന, അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ വന്നപ്പോ വേറെ ആരോ വന്നോന്ന്. ഇതാരാന്നാ ബാക്ക് ക്യാമറ എടുക്കട്ടെട്ടാ, കാണിച്ചു തരാം. ഇതാണ് ഇവിടെ കൊറേ നല്ല ആംബിയൻസ് അല്ലേ, നല്ലൊരു വാം ലൈറ്റില്. എവിടെ ഒരു മിറർ സെൽഫിലല്ല, മിറർ വീഡിയോ. അമിതാഭ് ബച്ചനാണ്. ഏത്
രണ്ടാ ഭാവന മധു 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 ജയനുണ്ട് മധു. പണ്ടത്തെ സിനിമ നടന്മാരെല്ലാരും അത് മമ്മൂക്ക അവിടെ ഡ്രസ് മോഹൻലാലവിടെ നൈസ് അല്ലേ. പക്ഷേ ജയനുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും ഒന്നുമല്ല ഇപ്പൊ. ലാസ്റ്റ് ഏറ്റവും വലിയൊരു ടെസ്റ്റ്, നമുക്ക് തിയേറ്റർ മാറിപ്പോയിരുന്നു. ഒരു മണ്ടനായി പോയി. ഞാനല്ല, ഇവര് നോക്കില്ലേ പോയി ഷേണായിസാന്നുള്ള ഇതിലെടുത്ത് ബുക്ക് ചെയ്ത ഞാനാണ്. പക്ഷേ പറയാം ഈ തിയേറ്ററിലോട്ടാ തന്നെ പറയാണ്ടൊന്ന് തിയേറ്റർ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി അപ്പുറം ഇപ്പുറമായിട്ട്. സ്ക്രീൻ വണ്ണി കയറി നോക്കിയപ്പോ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് കണ്ടാവും നമുക്ക്. തൊട്ടപ്പുറത്ത് തന്നെയാണ്. തിയേറ്ററിലോട്ട് പെട്ടെന്ന് വന്നിട്ടാ. ഇപ്പൊക്കെ ഓൾറെഡി കേറി വെക്കാൻ കേറാ. ഫിലിം തുടങ്ങിയിട്ടുണ്ടാവും. അവിടെ എത്ര നേരമായി? അരമണിക്കൂറായി ക്ഷീണായിച്ച് വന്നിരിക്കണം. ലാസ്റ്റ് ടൈം മാപ്പ് ഇങ്ങനെ എടാ തിയേറ്റർ മാറിപ്പോയി തോന്നണത്. നമുക്ക് കേറട്ടെടാ വെക്കാം. നീ എവിടെ പോണു? നീ ഭയങ്കര ഒരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളെയൊക്കെ പ്രാങ്ക് ചെയ്താണ്. എനിക്കറിയില്ല, ഞാനല്ലേ ടിക്കറ്റ് എടുത്ത്. അവിടെ പോയി കാപ്പിയാൻ കോലി പോട്ട് ദുൽഖറിനെ നോക്കണ, മമ്മൂട്ടി നോക്കണ, എന്തൊക്കെയായിരുന്നു മൂന്നെണ്ണം കൂടി. എടി പെട്ടെന്നാവട്ടെ. പോപ്കോൺ മേടിക്കും, ഒരെണ്ണം 2 മേടിക്കും. മച്ചു ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? കോമഡി പിന്നെ ഈ പടുടിയല്ലേ കോമഡി ആയിട്ടെന്താണ് ഇടിക്കണത്? ഇപ്പം തന്നെ ഞാൻ വിളിക്കൂട്ടാ. അപ്പോൾ ഓൾറെഡി കണ്ടതാണ്. പറയട്ടെ നീ എന്നാണ് പറയണ്ടേ? എനിക്ക് ബസ് നോക്കിയാണ് ഇഷ്ടമായത്. ബസ് നോക്കിയാണ് ഇഷ്ടമായത്. ബസ് നോക്കിയാൽ ലാസ്റ്റ് കോമഡി പടമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ പടം കണ്ടാൽ പോലെ മരണമാസം. അങ്ങനെ കോമഡിയാണ് കാണാം. ഗൈസ് അങ്ങനെ ഫിലിം ഒക്കെ ഉണ്ടെങ്കിട്ട് നമ്മ എൻ്റെ വീട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം റുവ ബേബീനെ നമ്മ എന്തായാലും ഫിലിമൊക്കെ കണ്ടുകഴിയുമ്പോൾ ഓൾറെഡി 3 മണിയാവും. 12 മണിയുടെ ഷോക്കാണ് ബുക്ക് ചെയ്തത്. പിന്നെ രാവിലെ 8 മണിക്ക് തന്നെ ഇങ്ങോട്ട് തന്നെയാണ് ഷോപ്പ് തുറക്കാൻ. അപ്പൊ അത് കാറ്റൊന്നും കൊള്ളണ്ടാലാന്ന് വിചാരിച്ചിട്ടാണ് നമ്മ ഇവിടെ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചത്. പിന്നെ അവളില്ലാണ്ട് പോവാൻ എന്തോ പോലെ. പിന്നെ പാല കുടിക്കണ്ട, 1 വയസ്സായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ആയിട്ടില്ല, അടുത്ത മാസം ആവുള്ളൂ. അപ്പൊ എന്താണ് അപ്പൊ ഗൈസ് പടത്തിന്റെ റിവ്യൂ എന്താന്ന് വെച്ചാല് കണ്ടിരിക്കാൻ പറ്റിയ അങ്ങനല്ല, നമുക്ക് ബോറടിപ്പിക്കൂല. ഒരു കോമഡി മൂവിയാണ്, നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. ഇങ്ങനെ ബോറടിപ്പിക്കാത്ത കണ്ടിരിക്കാൻ പറ്റിയൊരു കോമഡി ത്രില്ലർ മൂവിയാണ്. ഞാൻ അവിടുന്ന് റിവ്യൂ വെച്ചാ പറഞ്ഞേ കണ്ടിരിക്കാം, അല്ലാണ്ട് എനിക്കൊന്നും തോന്നിയില്ല. അങ്ങനെ പറഞ്ഞ ആളാണ്ട് ഇപ്പൊ പറയണം. കണ്ടിരിക്കാൻ പറ്റിയൊരു കോമഡി ത്രില്ലർ മൂവി അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ നാളെ ഇത് ഷോപ്പിൽ പോകണം. ഇപ്പൊ ടൈം ഒരു 3 മണിയായി രാത്രി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ബൈ.